രണ്ടാം ദിവസം. നമ്മൾ ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കവിതയിലെ കലാശങ്ങൾ, കാവ്യ സമീക്ഷ, കാവ്യവർഷം, ഗസൽ എന്നീ സെഷനുകളാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. ആദ്യ സെഷൻ കവിതയിലെ കലാശങ്ങൾ. അതിഥികളെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി സ്വാഗത കാവ്യം ആലപിക്കുന്നതിനായി ശ്രീമതി ഇന്ദു മുരളിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കായിക്കരയിൽ ഞാനെത്തുമ്പോൾ ചായും വെയിലെന്നെ നോക്കുന്നു. ഒരു പിടി മണ്ണു ഞാൻ വാരുന്നു, ചെവിയോടു ചേർത്തു പിടിക്കുന്നു. 74 മുമ്പത്തെ ഒരു സന്ധ്യ ഓർമ്മയിൽ തെളിയുന്നു. വൃശ്ചികം വിഷഗ്രസ്തം ഭൂതലം രക്തസ്നാദം പശ്ചിമാഭരം ശരതീക്ഷ്ണമാം ഹിമവാദം. പകൽ ചാഞ്ഞൊരു വാനിൽ കുറുകെ കരഞ്ഞുകൊണ്ടിടറിപ്പറക്കയാണ് ഒറ്റയ്ക്ക് കരിങ്കിളി. ബാധയേറ്റ പോൽ തുള്ളും പനകൾ പാലക്കാടൻ ഗ്രാമഗേഹത്തിൻ മുറ്റം. ഏകനായി ധ്യാനാകുലനായി ഒരാളുലാത്തുന്നു ശമിയാൻ കവിയാകാം. വീഴുന്നു ഞെട്ടറ്റൊരു പൂ അയാളുടെ മുന്നിൽ. ഒരു പൂ, പൂവിലൊരു പൂ, 1,00,000 പൂവിലൊരു പൂ. മൗനത്തിൻ്റെ ചെമ്പക ചിറകു പോലൊരു പൂ. ഈറൻ മണ്ണിൽ ഇറക്കി കിടത്തിയ തണുത്ത ശവം പോലെ. ഒരു പൂ, ഒരു വെറും പൂ, എന്നാലവൻ കണ്ടു അതിൽ രേവയിൽ മാഞ്ഞ ലീലധൻ വ്യർത്ഥോന്മാദം. ശ്രാന്തപാഥയായി ദമയന്തി പോൽ വനത്തിൽ ഏകാന്തയാം നളിനിധൻ വ്രതബദ്ധമാം ഗേദം. തമസാതീരത്തുടജാന്തവാടിയിൽ ഒറ്റക്കിരവിൽ കുരുതിപ്പൂവായ സീതതൻ ധ്യാനം. പതിതയൊരു ചണ്ഡാലികയ്ക്കും ഗണികയ്ക്കും ദളിത പത്നിക്കും മേൽ പെയ്ത മേഘത്തിൻ സ്വർണം. തിരയൊന്നടങ്ങുവാൻ കടലോരത്തിൽ തന്റെ ചെറുതോണിയുമായി മുക്കുവൻ നിൽക്കും പോലെ ചില നാഴിക പിന്നെ നിൽക്കുന്നു. വിഷം കടഞ്ഞമൃതാക്കുവാൻ ചിന്താലീനനായി പ്രശാന്തനായി മെല്ലെ എത്തുകയായി ആദ്യത്തെ വരി. ഉന്തുവണ്ടിയിൽ മുടന്തനെ പോലാർത്തം. പുഷ്പമേ. സഹയാത്രികരെല്ലാം മുങ്ങിപ്പോയി, സഹയാത്രികരെല്ലാം മുങ്ങിപ്പോയി. തീരത്തൊറ്റയ്ക്കണയും
നാവികനെ പോൽ കവി തിരിച്ചെത്തുന്നു. കണ്ടു ഞാൻ ഇന്നു മരണത്തെ ഒരു കൈക്കുമ്പിൽ കടൽ വെള്ളത്തിൽ കിടാങ്ങളെ. കായിക്കരയിൽ നിന്നെത്തുമ്പോ മായും വെയിലെന്നെ കാണുന്നു. പ്രണയങ്ങളിന്നു അനാഥങ്ങൾ, പരതന്ത്ര പതിത സമൂഹങ്ങൾ. ഭയമാണു ഞങ്ങൾക്കു സമരബദ്ധം, കരുണയെ മരണത്തെ ജീവിതത്തെ. ഭയമാണു കർമ്മത്തെ മോചനത്തെ. ഭയമേ കിഴക്കിലുദിക്കുവോനേ, ഭയമേ കിഴക്കിലുദിക്കുവോനേ. നന്ദി. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ അശോകൻ ചെറുവിലാണ്. അശോകൻ മാഷിനെ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. രണ്ടാം ദിവസം നമ്മൾ ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കവിതയിലെ കലാശങ്ങൾ, കാവ്യ സമീക്ഷ, കാവ്യവർഷം, ഗസൽ എന്നീ സെഷനുകളാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. സുഹൃത്തുക്കളെ, 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചിദാനന്ദം കാവ്യോത്സവത്തിൻ്റെ ചിദാനന്ദം എന്ന പരിപാടിയുടെ രണ്ടാം ദിവസത്തെ പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. ഇന്ന് ഏതാണ്ട് ഇതൊരു അക്കാഡമിക് ആയിട്ടുള്ള സെഷൻ, അല്ലെങ്കിൽ അക്കാഡമിക് ഒരു ദിവസം. കവിതയിലേക്കും പലതരങ്ങളിൽ സമീപിക്കുന്ന പ്രബന്ധാവതരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കാവ്യ അവതരണവുമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ സച്ചിദാനന്ദ മാഷെ അനുസ്മരിക്കുന്ന, അല്ലെങ്കിൽ സച്ചിദാനന്ദ മാഷെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന ഈ പരിപാടിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടം ഇരിഞ്ഞാലക്കുട പട്ടണം സച്ചിദാനന്ദ മാഷയുടെ സജീവമായ സാന്നിധ്യം, അന്നിവിടെ നടന്നിരുന്ന ചെറുതും വലുതുമായിട്ടുള്ള നിരവധി കൂട്ടായ്മകൾ ഒക്കെ തന്നെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. സച്ചിദാനന്ദ മാഷെ കാണാൻ വേണ്ടി ഈ കോളേജിൻ്റെ സ്റ്റാഫ് റൂമിലേക്കും, അതുപോലെ തന്നെ അദ്ദേഹം ഈ പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിൽ മാറി മാറി താമസിച്ച വാടക വീടുകളിലേക്കും, പിന്നെ അവസാനം അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച വീട്ടിലേക്കും ഒക്കെ വന്നതിൻ്റെ സുഹൃത്തുക്കളോടൊന്നിച്ച് പല സുഹൃത്തുക്കൾ ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ കൂട്ടുകാരനായിട്ട് ഇപ്പോൾ TV കൊച്ചുവായ ഒന്നിച്ചാണ് ആദ്യം വന്നിട്ടുള്ളത്. അതുകൂടാതെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സമപ്രായക്കാരനായ എഴുത്തുകാർ വരുമ്പോൾ ഞങ്ങളൊന്നിച്ച് അദ്ദേഹത്തെ സന്ദർശിക്കാറുള്ളത് ഓർക്കുകയാണ്. ആ ഓർമ്മകൾ അന്ന് ഒരു ഭയത്തോടു കൂടിയാണ് മാഷ കണ്ടിരുന്നത്. വേറെ അദ്ദേഹത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല, പാണ്ഡിത്യത്തോടും ഉള്ള ഒരു ഭയം അത് സ്വാഭാവികമായിട്ട് അന്നത്തെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ കിട്ടിയ ഒരു സൗഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം സാഹിത്യ അക്കാദമിയിൽ ജോലി ചെയ്യാനായിട്ട്, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവത്തിൽ കുറച്ച് പ്രായമായിട്ടാണെങ്കിലും കിട്ടുന്ന വലിയൊരു പഠന പ്രക്രിയ, വലിയൊരു ജീവിതാനുഭവമാണ് എന്ന് പറയാതെ വയ്യ. ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണത്. അത് എന്നിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ലോകവീക്ഷണത്തെ സംബന്ധിച്ചും കവിതയെ സംബന്ധിച്ചും സാഹിത്യത്തെ സംബന്ധിച്ചും കലയെ സംബന്ധിച്ചും ഒക്കെ തന്നെയുള്ള നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്നുള്ള കാര്യം ഇവിടെ ഞാൻ പങ്കുവയ്ക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിവിടെ ആരംഭിക്കുന്നത് നിരവധി പ്രബന്ധാവതരണങ്ങളുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഒരു തുടക്കമാണ്. കവി സമ്മേളനവുമുണ്ട്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇരിഞ്ഞാലക്കുട ജനപ്രതിനിധിയും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആർ ബിന്ദുവാണ്.
ഈ പരിപാടി ഇരിഞ്ഞാലക്കുടയിൽ തുടങ്ങാൻ വേണ്ടി ശ്രമം ആരംഭിച്ചത് മുതൽ മന്ത്രി എന്നുള്ള നിലയിൽ ഉള്ള നിരവധി തിരക്കിട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിന്ദു ടീച്ചർ കാണിച്ച ആ ഒരു താല്പര്യവും നേതൃത്വവും വാസ്തവത്തിൽ കലയോടും സാഹിത്യത്തോടും ഒക്കെയുള്ള ബിന്ദുവിൻ്റെ കുട്ടിക്കാലം മുതലെയുള്ള ആ അഭിമുഖ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടിസ്ഥാനപരമായി ഒരു എഴുത്തുകാരിയാണെന്നോ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കോ ഏത് നിലയ്ക്കാണ് അത് രൂപപ്പെട്ട് വന്ന് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് മാറി നമ്മുടെ രാഷ്ട്രീയത്തെ സർഗാത്മകമാക്കി നമ്മുടെ ഭരണ മേഖലയൊക്കെ തന്നെ സർഗാത്മകമാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇടപെടൽ മാത്രമാണ് ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയൊരു നേതൃത്വം ഇതിനെ ഒരു മഹാസംഭവമാക്കി മാറ്റുന്നതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാര്യമായിട്ട് ഇവിടെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ പുരോഗമന കലാസാഹിത്യ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഇരിഞ്ഞാലക്കുടയുമായി അധികം ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എങ്കിൽ പോലും വളരെ സജീവമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കണ്ടപ്പോൾ ആ നേതൃത്വം വളരെ അഭിമാനകരമായി തോന്നി. പ്രത്യേകിച്ച് ഒരു ഇരിഞ്ഞാലക്കുടക്കാരൻ എന്നുള്ള നിലയിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ ആർ ബിന്ദുവിനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് മലയാളത്തിലെ പ്രിയപ്പെട്ട ഏറ്റവും മികച്ച കഥാകൃത്തുക്കളിൽ ഒരാളായിട്ടുള്ള NS മാധവൻ, നോവലിസ്റ്റ് NS മാധവനാണ്. മാധവേട്ടൻ സുഖമില്ലാതെ പോയി. എങ്കിൽ പോലും നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് നമ്മളിന്ന് ആദരിക്കണം എന്നാഗ്രഹിച്ചിരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാരൻ, മലയാളത്തിൻ്റെ ഗ്രാമീണ നാടോടി ഗാന പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന് അത്യുന്നതയിലെത്തി സംഗീത ലോകത്ത് വലിയ സ്ഥാനം നേടിക്കഴിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാധരൻ മാഷാണ്. വിദ്യാധരൻ മാഷ്, ഈ മാഷെക്കുറിച്ച് ഞാൻ വിശദമായി പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരുടെയും മനസ്സിൽ അതൊരു രാഗമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മാഷ്. മാഷ്ക്ക് ഈ പ്രാവശ്യത്തെ ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഇവിടെ വെച്ച് വളരെ സൗഹാർദ്ദത്തോടുകൂടി അഭിനന്ദിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു അനുമോദനം, ഒരു ഉപഹാരം അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അതുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഉദ്ഘാടനം എന്നുള്ള നിലയിൽ ഈ വേദിയിലെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാധരൻ മാഷെ വളരെ ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും. പിന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് നമ്മുടെ മുഖ്യ അതിഥിയായി സംബന്ധിക്കുന്നത് റവറൻഡ് ഫാദർ ജോയ് വീരിക്കാംപറമ്പിലാണ്. അദ്ദേഹത്തെ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ക്രൈസ്റ്റ് സ്ഥാപനങ്ങൾ, ഈ വിദ്യാലയം സച്ചിദാനന്ദ മാഷ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത രണ്ട് നിലയ്ക്കും ആത്മബന്ധമുള്ള ഈ വിദ്യാലയം അദ്ദേഹത്തോട് പുലർത്തിയിട്ടുള്ള അല്ലെങ്കിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദ മാഷുമായിട്ടുള്ള നിരന്തരമായ സംഭാഷണങ്ങളിൽ നിന്നൊക്കെ തന്നെ ആ കാര്യങ്ങൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഗബ്രിയേൽ അച്ഛനും ഒക്കെ തന്നെ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഈ വിദ്യാലയവുമായി ബന്ധപ്പെടുത്തിയത്. പ്രതിഭാശാലിയായിട്ടുള്ള വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഇവിടെ അധ്യാപകനായി കൊണ്ടുവരുന്നതിലുള്ള താല്പര്യം, പിന്നെ എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിന് നൽകിയ പിന്തുണ. ഈ സ്ഥാപനം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാനും സച്ചിദാനന്ദ മാഷും കൂടി ഇവിടെ സാഹിത്യ അക്കാദമിയുടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വരികയുണ്ടായി. ചില പരിപാടികൾ ഇവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നടക്കുകയുണ്ടായി, സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ചിട്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു. ആ സമയത്ത് സച്ചിദാനന്ദ മാഷ്ക്ക് ഈ സ്ഥാപനത്തോടും ഈ സ്ഥാപനത്തിനും അതിൻ്റെ മാനേജ്മെൻറ്റിനും ഒക്കെ സച്ചിദാനന്ദ മാഷോടുമുള്ള ആത്മബന്ധം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ഈ ഫാദറെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. നമുക്കാർക്കും പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഇരിഞ്ഞാലക്കുടയുടെ മുഖം എന്ന് പറയാവുന്ന പ്രിയപ്പെട്ട സാവിത്രി ടീച്ചർ, സാവിത്രി ലക്ഷ്മണൻ, ഇരിഞ്ഞാലക്കുടയിലെ എല്ലാ സാംസ്കാരിക പരിപാടികളുടെയും വലിയ പിന്തുണ
പ്രേരക ശക്തി, കുട്ടിക്കാലം മുതലേ തന്നെ ഞങ്ങളുടെയൊക്കെ തന്നെ മാർഗദർശിയും വഴികാട്ടിയുമൊക്കെ ആയിട്ട് ഇരിങ്ങാലക്കുടയിൽ നിറഞ്ഞു നിൽക്കുന്ന ജനപ്രതിനിധി എന്നുള്ള നിലയിലും അധ്യാപിക എന്നുള്ള നിലയിലൊക്കെ തന്നെ വലിയ മാതൃകയായിട്ടുള്ള സാവിത്രി ലക്ഷ്മണൻ സാവിത്രി ടീച്ചറെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഷീബാമീർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സൊലൈസിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ തന്നെ വളരെയേറെ അറിയപ്പെടുന്ന, കാരുണ്യത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കപ്പെടുന്ന ഷീബ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഷീബയെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നന്ദി പറയുന്നത് മുഹമ്മദ് അഷ്റഫാണ്, അദ്ദേഹത്തിന് സ്വാഗതം. ഇവിടെ കവിത അവതരിപ്പിച്ചത് ഇന്ദു മുരളി, സഹോദരിക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇവിടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ നിന്നും വലിയ പ്രാതിനിധ്യമുണ്ട്. എല്ലാവരെയും ഈ സദസ്സിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നന്ദി സാർ. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകളാണ്. ബഹുമാന്യനായ ഉദ്ഘാടകൻ, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ വിദ്യാധരൻ മാഷ് സ്വാഗതം ആശംസിച്ച മലയാള സാഹിത്യത്തിൻ്റെ മാത്രമല്ല ഇരിങ്ങാലക്കുടയുടെയും പ്രത്യേക അഭിമാനമായ ശ്രീ അശോകൻ ചെരുവിൽ എന്ന നമ്മുടെ അശോകേട്ടൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ്റെ സാഹിത്യ പ്രബന്ധത്തെക്കുറിച്ച് നല്ല ഒരു വിശകലനം ഇവിടെ നടത്താൻ സന്നിഹിതയായിട്ടുള്ള സച്ചിദാനന്ദ സാറിൻ്റെ സഹപ്രവർത്തക കൂടിയായിട്ടുള്ള ബഹുമാന്യയായ ശ്രീമതി സാവിത്രി ലക്ഷ്മൺ ടീച്ചർ, ക്രൈസ്റ്റ് കോളേജിൻ്റെ മാനേജർ റെവറൻ ഫാദർ ജോയ് പി നിക്കപ്പറമ്പിൽ, ബഹുമാന്യയായ ഷീബ അമീർ, ഈ പരിപാടിയുടെ പിറകിലെ പ്രധാന ഊർജ സ്രോതസ്സും നമ്മുടെ യുവ കവികൾക്കും യുവാക്കളായ എഴുത്തുകാർക്കും വലിയ പ്രചോദന കേന്ദ്രവുമൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രാവുണ്ണിയേട്ടൻ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സാഹിത്യ കുതുകികളായിട്ടുള്ള സുഹൃത്തുക്കളെ, മറ്റ് പ്രിയമുള്ളവരെ, ദേശീയവും അന്തർദേശീയവുമായ സാഹിത്യ സാംസ്കാരിക വേദികളിൽ ഭൂമി മലയാളത്തിൻ്റെ പ്രാതിനിധ്യം കൃത്യമായി അടയാളപ്പെടുത്താൻ വലിയ പങ്ക് വഹിച്ച, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സാംസ്കാരിക പരിപാടികളുടെ സംഘാടകനും അതുപോലെ ഭാഷയെ ഉള്ളിലേക്ക് ആവാഹിച്ച് സ്നേഹിക്കുന്ന ഭാഷാ സ്നേഹിയും ഒക്കെയായി മലയാളം ലോകത്തിന് നൽകിയ വിശ്വകവി എന്ന് തന്നെ വിലയിരുത്താവുന്ന സച്ചിദാനന്ദൻ സാറിന് അദ്ദേഹത്തിൻ്റെ കാവ്യ ജീവിതത്തിൻ്റെ 6 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന വേളയിൽ സമുചിതമായിട്ടുള്ള ഒരു സമാദരണ സമ്മേളനം ഒരുക്കണം എന്ന കടുത്ത അഭിലാഷം, അതിൻ്റെ സാക്ഷാത്കാരം എന്ന നിലയിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാന്യനായ കവി ശ്രീ രാവുണ്ണിയാണ് ആ ആലോചനയുടെ തുടക്കം കുറിച്ചത് എന്ന് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അത്തരമൊരു ആശയം എൻ്റെ മനസ്സിലും ഏറെ കാലമായിട്ട് നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട സച്ചിദാനന്ദൻ സാറിൻ്റെ കാവ്യ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ഞങ്ങളുടെ സ്വാഗത പ്രസംഗത്തിൽ അശോകേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെയൊക്കെ തലമുറയുടെ ഭാവുകത്വ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഇരിങ്ങാലക്കുടയുടെ ബൗദ്ധിക സാംസ്കാരിക ജീവിതത്തെ പ്രദീപ്തമാക്കിയ വർഷങ്ങളാണ് യഥാർത്ഥത്തിൽ സച്ചിദാനന്ദൻ മാഷിൻ്റെ ക്രൈസ്റ്റ് കോളേജിലെ
അധ്യാപനത്തിൻ്റെ കാലഘട്ടം എന്നുള്ളത് വളരെ ഗൃഹാതുരത്വത്തോടു കൂടി തന്നെ ഞാൻ ഓർത്തെടുക്കുകയാണ്. മാഷിൻ്റെ ജന്മദേശമായ കൊടുങ്ങല്ലൂരിൻ്റെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാംസ്കാരിക ഭൂമികയുടെ പ്രകമ്പനങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ എഴുത്തു ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ എഴുത്തു ജീവിതം വിദ്യാർത്ഥി കാലത്ത് ആരംഭിച്ചതാണ്. KKTM കോളേജിലെ പ്രൊഫസറായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് മുതൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. പക്ഷെ 1970 ക്രൈസ്റ്റ് കോളേജിൽ അധ്യാപകനായി വരുന്നതോടുകൂടിയാണ് ശ്രദ്ധേയമായ നിലയിൽ ഒരു സാംസ്കാരിക നായകൻ്റെ വിധാനങ്ങളിലേക്ക് മാഷിൻ്റെ വളർച്ചയുണ്ടാകുന്നത്. അന്ന് യുവാക്കളായിരുന്ന നിരവധി പേരെ കവിതയിലേക്ക് മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളെ ആധാരമാക്കിയുള്ള കാര്യങ്ങളിലേക്കും ഏറ്റവും സംവേദനക്ഷമതയുള്ളവരായിട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് മാഷ് എന്നുള്ളത് പറയാതിരിക്കാൻ തരമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം എഴുതിയ നാവുമരം എന്ന കവിത ഇക്കാലത്തും ഏറെ പ്രസക്തിയോടെ സമഗ്രാധിപത്യത്തിൻ്റെയും അമിതാധികാര സ്വേച്ഛാധിപത്യ വാഴ്ചയുടെയും ഒക്കെ എല്ലാ അവതാരങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമ്മുടെ വലിയ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. പ്രതികരണശേഷിയും പ്രതിരോധ സാധ്യതകളുമുള്ള ഒരു ജനതയായി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നമ്മുടെ ഇന്നലെകളിൽ അത്തരം ചെറുത്തുനിൽപ്പുകളുടെ ധന്യമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് അതിമനോഹരമായി ആലപിക്കപ്പെട്ട കവിതയിൽ നാം കണ്ടതുപോലെ ശ്രീനാരായണനിൽ നിന്ന്, ബുദ്ധനിൽ നിന്ന്, ഗാന്ധിയിൽ നിന്ന്, മാർക്സിൽ നിന്ന് ഒക്കെ തന്നെ നിരവധി സമത്വവാദപരമായിട്ടുള്ള ആശയങ്ങൾ മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന മാനവിക വിമോചനമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് എന്ന കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ ആ ദാർശനിക അടിത്തറയുടെ ബലത്തിൽ നിന്നുകൊണ്ട് തന്നെ കവിയുടെ ധർമ്മം നിറവേറ്റാൻ സച്ചിദാനന്ദൻ മാഷ് ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യതിരിക്തമായ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും സാംസ്കാരികവുമായ ദിശാബോധം സച്ചിദാനന്ദ മാഷ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നിലനിർത്തി പോന്നിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് ഏറ്റവും വലിയ പ്രേരകശക്തിയായി ഭവിച്ചത് എന്നുള്ളത് പരാമർശിച്ചു പോകേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. രാജ്യത്തിൻ്റെയും വൻകരകളുടെയും അതിർത്തികൾക്കപ്പുറത്തുള്ള നിരവധി എഴുത്തുകാരെ മലയാളികൾ പരിചയപ്പെട്ടത് തന്നെ മാഷുടെ വിവർത്തന കലയുടെ ആ പ്രത്യേകമായിട്ടുള്ള ഭംഗി കാരണമാണ്. ലോർക്കയായാലും നെരൂദയായാലും ഗ്രാംഷി ആയാലും ബ്രെറ്റ് ആയാലും ഒട്ടനവധി എഴുത്തുകാരെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിൽ ഒരു വിവർത്തകൻ എന്ന നിലയിൽ വലിയ പങ്കുവഹിച്ച ആളാണ് സച്ചിദാനന്ദ മാഷ്. ജനകീയ സാംസ്കാരിക വേദിക്ക് മുന്നിലും പിന്നിലും നിന്ന് ആവേശം പകർന്നു കൊടുത്തുകൊണ്ട് ഒരു കാലത്ത് ഇരിങ്ങാലക്കുടയിലും തൃശ്ശൂർ ജില്ലയിലും മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള പ്രതിരോധ പ്രവർത്തകരുടെ ഊർജ സ്രോതസ്സായി പ്രവർത്തിച്ച അനുഭവം സച്ചിദാനന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം ദേശീയമായ വേദികളുടെ സംഘാടകന ചുമതല ഏറ്റെടുത്ത് പോയത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ അനന്തമായ വൈവിധ്യങ്ങളെക്കുറിച്ച്, സമൃദ്ധമായ വൈജാത്യങ്ങളെക്കുറിച്ച് ഇത്ര ശക്തമായി ഉച്ചരിക്കുന്ന മറ്റൊരു സാഹിത്യകാരനോ സാംസ്കാരിക നായകനോ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അത്രമേൽ മാഷ് അടിവരയിട്ട് പറയുന്ന കാര്യമാണ് ഇന്ത്യയുടെ ഈ നാനാത്വം എന്നുള്ള പ്രത്യേകത, സമൃദ്ധമായിട്ടുള്ള വൈജാത്യങ്ങൾ. ആ വൈജാത്യങ്ങളെ ആഘോഷിച്ചുകൊണ്ട് മാത്രമേ യഥാർത്ഥ ഇന്ത്യയെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയൂ എന്ന്
കൃത്യമായി മനസ്സിലാക്കിയ ഒരു മഹാവ്യക്തിത്വമായിരുന്നു സച്ചിദാനന്ദ മാഷ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സാരഥ്യം വഹിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഫലപ്രദമായ വിധത്തിൽ ഈ വൈവിധ്യങ്ങളെ കൃത്യമായ നിലയിൽ തന്നെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ വൈവിധ്യങ്ങളുടെ സഹജാവബോധത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്ക്, സമാധാനപരമായ സഹവർത്തിത്വത്തിന് സഹായകരമായ വൈവിധ്യങ്ങളുടെ സങ്കലനം എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് കവിതകളിലൂടെയൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെയും മലയാളത്തിൻ്റെയും ജന്മദേശത്തിൻ്റെയും ഒക്കെ സൂക്ഷ്മതലങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നുള്ളതാണ്. അപ്പോൾ ഒരു ആൽമരത്തോട്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രതീകങ്ങളിൽ ഒന്നാണ് ആൽമരം. ആൽമരത്തോട് കൃത്യമായി ഉപമിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് മാഷിൻ്റേത്. ഭൂമിക്കടിയിലേക്ക് വേരുകൾ ആഴത്തിൽ പോകുമ്പോൾ പരന്നു നിൽക്കുന്ന ആലിൻ്റെ ആ കുട നിവർത്തി ഒരു വിരിഞ്ഞ ആൽക്കുടയായിട്ട് ഇരിങ്ങാലക്കുടക്കാർക്ക് വളരെ പെട്ടെന്ന് വിഭാവനം ചെയ്യാൻ പറ്റുന്ന ആ സൗമ്യ വ്യക്തിത്വത്തിന് നാം നൽകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഉപഹാരമാണ് ഈ 3 ദിവസത്തെ സമ്മേളനം. ഒരുപാട് കവിതകളിലൂടെ പല വിഷയങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ ദാർശനികതയുടെ സ്പർശത്തോടു കൂടി തന്നെ അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. കാരണം അതൊക്കെ നന്നായി പഠിച്ച പ്രബന്ധ അവതാരകർ തങ്ങളുടെ കണ്ടെത്തലുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വേദി കൂടിയാണിത്. നാളെ നമ്മുടെ സാഹിത്യ മേഖലയിലെ പ്രഗത്ഭമതികളായിട്ടുള്ള സീനിയർ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തുകൊണ്ട് മറ്റൊരു പരിപാടിയും നമുക്കുണ്ട്. ഈ 3 ദിവസങ്ങളിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെഷനുകളിലൂടെ സച്ചിദാനന്ദ മാഷിൻ്റെ കാവ്യജീവിതത്തിൻ്റെ സർവതല സ്പർശിയായിട്ടുള്ള പരിശോധനകളും അവതരണങ്ങളും അതിനെ ആസ്പദമാക്കി അദ്ദേഹത്തോട് നമുക്കുള്ള നന്ദി രേഖപ്പെടുത്തലും ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഗാന്ധിയെക്കുറിച്ച് നാടകം രചിച്ച് ബുദ്ധനെയും മാർക്സിനെയും ഗാന്ധിയെയും ശ്രീനാരായണനെയും എണ്ണമറ്റ നവോത്ഥാന ആചാര്യന്മാരെയും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരണമെന്ന നിലയിൽ കവിധർമ്മം നിറവേറ്റിയ ഒരു മനുഷ്യൻ അല്ലേ? ഇന്നിപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സച്ചിദാനന്ദൻ മാഷക്ക് പകരം വയ്ക്കാനുള്ള ഒരു സാന്നിധ്യം നമുക്കുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അത്രമാത്രം വിപുലമായിട്ടുള്ള അനുഭവ സമ്പത്ത് കൈമുതലായിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. സാഹിത്യ സിദ്ധാന്തങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളെയും അത് വലിയ രീതിയിൽ സമ്പന്നമാക്കുന്നുണ്ട്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിത എഴുത്തിൻ്റെ രസതന്ത്രമാണ് വിശദീകരിക്കുന്നത്. അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സരണികളെ സംബന്ധിച്ച് മലയാളികൾക്ക് കൃത്യമായ ധാരണയുണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് മാഷ്. പെണ്ണെഴുത്ത് എന്നുള്ള ആശയം ആദ്യം അവതരിപ്പിക്കുന്നത് സച്ചിദാനന്ദൻ സാറാണ്. സാറ ടീച്ചറിൻ്റെ പാപത്തറ എന്ന് പറയുന്ന ആ കഥാസമാഹാരത്തിൻ്റെ അവതാരികയിലാണ് ആദ്യമായിട്ട് വിമൻസ് റൈറ്റിംഗ് എന്നുള്ള പരാമർശം, എക്രിച്ചർ ഫെമിനൈൻ എന്നുള്ളത് കടന്നു വരുന്നത്. അരികുവൽകൃത വിഭാഗങ്ങളുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കുള്ള വരവ് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം കൂടി എഴുത്തുകാർക്കുണ്ട് എന്ന് നമ്മുടെ സാഹിത്യ ലോകത്തെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൾപ്രേരക സ്വഭാവത്തിലുള്ള വ്യക്തിത്വമാണ് മാഷ് എന്നുള്ളത് കൊണ്ട് ആ മാഷക്ക് എൻ്റെ തലമുറയെ തുടർന്നിങ്ങോട്ടുള്ള വ്യത്യസ്തങ്ങളായ തലമുറയിൽപ്പെട്ട സാഹിത്യ സ്നേഹികളും സഹൃദയരും നൽകുന്ന ഊഷ്മളമായിട്ടുള്ള ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കമാണ് നമ്മൾ ഇന്നിവിടെ കുറിക്കുന്നത്. അതിന് മലയാള സാഹിത്യവേദിയിലെ സച്ചിദാനന്ദൻ മാഷിന് സമശീർഷനായിരുന്ന NS മാധവൻ സാറിനെയാണ് നമ്മൾ ക്ഷണിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഈ സന്ദർഭത്തിൽ വന്നു ചേർന്നതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല.
അതോടൊപ്പം മറ്റൊരു അവസരം നമുക്ക് വീണ് കിട്ടി. ഇത്തവണത്തെ മികച്ച ഗായകനുള്ള അവാർഡ് കൂടി നേടിയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വിദ്യാധരൻ മാഷക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കടമായി നിർത്തിയിട്ടുള്ള ഒരു സ്നേഹ സ്വീകരണം കൂടി ഈ വേദിയിൽ നൽകുകയാണ്. മാഷിനെ കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൽപ്പാന്ത കാലത്തോളം നിൽക്കുന്ന പാട്ട് ഉണ്ടാക്കിയ മാഷാണ്. സംഗീത സംവിധായകൻ എന്ന നിലയിലാണ് മാഷിനെ ഏറ്റവും അധികം നമ്മൾ ഈ സമ്മാനങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളത്. ഇപ്പൊ ഗായകൻ എന്നുള്ള നിലയിൽ മാഷിക്ക് ഒരു സമ്മാനം, അവാർഡ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലഭിച്ചു. എനിക്ക് സത്യത്തിൽ എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വാക്കുകളില്ല എന്നുള്ളതാണ്. കാരണം വിദ്യാധരൻ മാഷുടെയും കലാജീവിതത്തിന്റെ തുടക്കകാലത്തിന്റെ ഒരു കേന്ദ്രം നമ്മുടെ ഇരിങ്ങാലക്കുടയായിരുന്നു എന്നുള്ളതാണ്, അല്ലേ മാഷേ? അതെ അതെ. അപ്പൊ ആ നിലയിൽ തീർച്ചയായും ഇരിങ്ങാലക്കുടയ്ക്ക് മാഷോട് കടപ്പാടുണ്ട്. മാഷുക്കും ഒട്ടനവധി ഊഷ്മളമായ ഓർമ്മകൾ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിട്ടുണ്ട്. അന്ന് സച്ചിദാനന്ദ മാഷ് ഇരിങ്ങാലക്കുടയിൽ താമസിച്ചു പോരുന്ന കാലത്ത് തന്നെയാണ് വിദ്യാധരൻ മാഷും നിരവധി സാംസ്കാരിക പരിപാടികളിൽ അവരോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വിദ്യാധരൻ മാഷാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഈ സെഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ അവിചാരിതമായി നിൽക്കുന്ന നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനൊരു മഹാ വ്യക്തിത്വത്തിൻ്റെ പേരിൽ നടക്കുന്ന 3 ദിവസമായി നടക്കുന്ന പരിപാടിയിൽ രണ്ടാമത് ദിവസം ഉദ്ഘാടനം ചെയ്യാനുള്ള ആൾ വന്നില്ല. അപ്പോൾ ആ വിടവ് നികത്താനായിട്ട് എന്നെയാണ് നിയോഗിച്ചത്. എനിക്ക് ഈ സമയം ഒഴിവുണ്ടായിരുന്നതുകൊണ്ടും വിളിച്ചപ്പോൾ ഉച്ച വരെ എനിക്ക് ഒഴിവില്ല, ഞാൻ 2 മണിക്ക് എന്തായാലും വരും. എന്താണ് പരിപാടി എന്ന് പോലും എനിക്കറിയില്ല. സത്യത്തിൽ ഇവിടെ വന്ന് ഈ വക കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് സച്ചിദാനന്ദൻ സാറിൻ്റെ 3 ദിവസം നടന്ന അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരുപാട് കവിതകൾ പാരായണം ചെയ്യുന്നു, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. ഇങ്ങനൊരു 3 ദിവസം നടക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ NS മാധവൻ എന്ന് പറയുന്ന പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. അപ്പോൾ ആ ഭാഗം ഞാൻ ചെയ്യണം എന്നാണ് ഇപ്പോൾ വന്ന് പറഞ്ഞത്. ഇതിന് മുൻപ് എന്നെ പല പ്രാവശ്യം വിളിച്ചെങ്കിലും മിനിസ്റ്ററിനെ വിളിച്ചു, ബിന്ദു മിനിസ്റ്റർ വിളിച്ചിട്ട് ഈ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം എന്നെ ആദരിക്കാൻ വേണ്ടി കുറേ പ്രാവശ്യം വിളിച്ചു. ഈ ദിവസങ്ങളൊന്നും എനിക്ക് ഒഴിവില്ല. എനിക്കൊരു ഒഴിവ് തന്ന ദിവസം ഞാൻ മിനിസ്റ്ററെ വിളിച്ചപ്പോൾ അവർക്ക് ഒഴിവില്ല. അപ്പം അങ്ങനെ ഒഴിവില്ലാതെ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുകയാണ്. ആ ഗ്യാപ്പിലാണ് ഇപ്പം ഇങ്ങനെ അവസ്ഥ വീട് കിട്ടിയത്. എന്തായാലും സന്തോഷമുണ്ട്. 65 വർഷമായി ഏകദേശം ഈ രംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കലാപരമായ കാര്യങ്ങൾ, സംഗീതം. എൻ്റെ വിഷയം സാഹിത്യം എന്ന് പറഞ്ഞാൽ കവിതകളെ കിട്ടിക്കഴിഞ്ഞാൽ അത് സംഗീതാവിഷ്കരണം ചെയ്യുക, അത് ജനങ്ങൾക്ക് കേൾപ്പിക്കുക. ഇത് വളരെ വർഷങ്ങളായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. സച്ചിദാനന്ദൻ സാറിൻ്റെയും കവിത ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിത ഒരു നാടകത്തിന് വേണ്ടി ഞാൻ ചെയ്ത ഒരുപാട് ആൾക്കാരുടെ കവിതകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു 8 വരെ മറ്റോ ഞാനും ചെയ്തിട്ടുണ്ട്. ഏതാ വരുന്ന പോലും അറിയില്ല. അല്ല, ഞാൻ പറയണം. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് നടക്കുന്ന ഈ പരിപാടിയിൽ എനിക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞു. ഇവിടെയുള്ള മഹാന്മാരും മഹതികളും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളൊക്കെ കാണാനും ഇത്രയും മലയാളികളുടെ അത്ഭുതമായ ഒരു കവി, ലോകമെമ്പാടുമുള്ളവർക്ക് ഈ കവിതാ സമ്പ്രദായത്തെ ഏത് ഭാഷയും ഏത് രീതിയിലുള്ളതും എടുത്ത് മലയാളികളെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളൊരു കവി, അതും തൃശ്ശൂർ ജില്ലക്കാരൻ. അത് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. ഈ തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ജില്ലയാണ്. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർ NV കൃഷ്ണവാര്യരും മുണ്ടശ്ശേരി മാഷും സച്ചിദാനന്ദ മാഷും
പി ഭാസ്കരനും ഇന്നസെൻറ്റും ഞാൻ സിനിമയിൽ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ, ജോൺസൺ, ഔസേപ്പച്ചൻ, വിദ്യാധരൻ, മോഹൻ സിത്താര, ഇതൊക്കെ തൃശ്ശൂർക്കാരാ. ടി ജി രവി, ഭരതൻ, ആലോചിച്ചോക്കെ നമ്മൾ ഈ രംഗത്ത് പ്രേംജി, MRB, ഓ എത്ര കുഞ്ഞുണ്ണി മാഷ്, അല്ല രാഹുൽ മാഷ്, കവി രാഹുൽ മാഷ്, ഈ വക ആൾക്കാരൊക്കെ തൃശ്ശൂർക്കാരാ. അപ്പം ജനങ്ങൾ അറിയപ്പെടുന്ന ഏതെങ്കിലും തരത്തിൽ അറിയുന്ന ആൾക്കാർ മുഴുവൻ തൃശ്ശൂർക്കാരായിട്ട് വരിക. അപ്പം മറ്റു ജില്ലക്കാർ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പം തൃശ്ശൂർ ജില്ലയിൽ വന്നാലേ ഇതൊക്കെ നടക്കും. അപ്പം അങ്ങനെ ഒരു ജില്ലയിലാണ് നമ്മളൊക്കെ ഉണ്ടായത്. അത് വലിയൊരു സന്തോഷമുണ്ട്. സച്ചിദാനന്ദ സാറും തൃശ്ശൂർക്കാരൻ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ജനിച്ചു തൊട്ടുകയല്ല, തൃശ്ശൂരിലെ ഇപ്പോൾ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുകയും എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ചിന്തയും മനസ്സും സ്നേഹിക്കാനുള്ള കഴിവും ഉണ്ടാക്കുക. എൻ്റെ 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 എന്ന് പറയാതെ നമ്മുടേന്ന് പറയാനുള്ള മനോഭാവം ഉണ്ടാക്കുക, സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക. നമുക്ക് വരുന്ന കാലം ഇനി അത് ചെയ്യാനുള്ളൂ. അവൻ്റെ ഇവൻ്റെ എന്ന് പറയണ്ട, എനിക്ക് പറ്റിയില്ലല്ലോ അപ്പോൾ അവന് പറ്റണ്ട എന്ന മനോഭാവം കളയുക. നമുക്ക് പറ്റിയില്ല, ഇപ്പം വേറൊരുത്തിന് പറ്റണമെങ്കിൽ അതിന് ഒത്താശ ചെയ്യാൻ വാക്കാലോ പ്രവൃത്തിയാലോ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതാണ് മനുഷ്യത്വം. നല്ല മനുഷ്യരായിട്ട് ജീവിക്കണമെങ്കിൽ ഇതൊക്കെയാണ് വേണ്ടത്. വായിക്കുക, അറിവുണ്ടാക്കുക. നമ്മുടെ ജീവിതം എത്ര കാലമുണ്ടോ അത്ര കാലം ഇതിനെ എന്ത് തിരിച്ചറിയുന്ന സാമാന്യ വിവരം ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പം ഞാൻ ഉപാസിച്ച് ഞാൻ സഞ്ചരിക്കുന്ന മേഖല എന്ന് പറയുന്നത് സംഗീതം. ഈ സംഗീതം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എത്രായിരം പാട്ടുണ്ടാക്കിയാലും എന്നെ കൽപ്പാന്തത്തിൽ കെട്ടിയിട്ടിരിക്കുക. കൽപ്പാന്തകാരൻ എന്നുള്ള പാട്ട് പറഞ്ഞാൽ എന്നെ കെട്ടിയിട്ട് വരിക. അത് പറഞ്ഞാൽ ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നെ തിരിച്ചറിയുന്നു ഒരു പാട്ടിൽ. അത് വലിയൊരു അനുഗ്രഹമല്ലേ സത്യം പറഞ്ഞാൽ. ഒരു പാട്ടിൽ എന്നെ തിരിച്ചറിയാം. അനവധി പാട്ടുകളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതല്ല കൽപ്പാന്തകാരത്തോളം എൻ്റെ ഒരു പാട്ട് ഇത്രയേ ഉള്ളൂ. അനവധി പാട്ടുകൾ വേറെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല പറയാം. ഇത് പറഞ്ഞാൽ എന്നെ ചില ആൾക്കാർക്ക് പേര് ഓർമ്മില്ല, ഇതേ കൽപ്പാന്തകാരൻ കൊടുന്നു, കൽപ്പാന്തകാരൻ കൊടുന്നു പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ഭാര്യ ഭർത്താവിൻ്റെ സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ ഞാനിങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് നോക്കും. അപ്പോൾ ഇവർ ഭർത്താവിൻ്റെ കൽപ്പാന്തകാരൻ കൊടുന്നു പറഞ്ഞ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് സ്വാധീനം ഉണ്ടായി ആ ഒരു പാട്ടിൽ. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇരിഞ്ഞാലക്കുട എന്ന് പറയുമ്പോൾ എനിക്ക് നേരത്തെ മാഡം പറഞ്ഞപ്പോൾ ഞാൻ ഇരിഞ്ഞാലക്കുടയാണ് പഠിക്കാനായിട്ട് സംഗീതം അഭ്യസിക്കാൻ വേണ്ടി വന്നത് ഇവിടെയാണ്. അത് വരുന്ന സമയം എപ്പോഴെന്ന് പറയുമോ, കരിവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാലമില്ല. അവിടെ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ബസ് തെക്കേ ഭാഗത്ത് നിൽക്കും, വടക്കേ ഭാഗത്ത് വരുന്നത് പാലത്തിന് മുമ്പ് അവിടെ നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് ഈ ബസ്സിൽ കയറും വഞ്ചിയിൽ പോയിട്ട്, എന്നിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് വഞ്ചിയിൽ കയറി പെട്ടെന്ന് ബസ്സിൽ പോകും. അങ്ങനെയുള്ള കാലത്ത് നമ്മൾ ഇരിഞ്ഞാലക്കുട ഒന്ന് പഠിക്കാൻ വന്നതാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാരണങ്ങളോട് ഇതിൻ്റെ പുറകെ നടന്നു. ഒന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അങ്ങനെ വിഷയമായതുകൊണ്ടാണ്. അതിലേക്ക് അടുക്കുമ്പോഴാണ് വിവരം മനസ്സിലാവുക. ഇപ്പോൾ സംഗീതത്തൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും പാട്ട് പാടുന്നു, അതല്ല, വെറുതെ പാട്ട് പാടുന്നതല്ല, എന്തു പാടുന്നു, എന്താണ് പാട്ട് എന്നുള്ള തിരിച്ചറിവും വേണം. അതിനെ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടാക്കി നിങ്ങളെക്കൊണ്ട് ബലെ ആഹാ എന്ന് പറയിപ്പിക്കണമെങ്കിൽ നല്ല അധ്വാനമാണ്. അപ്പോൾ അത് വെറുതെ ഒരു പാട്ടുകാരനല്ല, അതിൻ്റെ അകത്തേക്ക് കിടക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ ആ സംഗീതത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവണമെങ്കിൽ ജീവിതകാലം എത്രയുണ്ടോ അത്ര കാലം കൊണ്ട് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അത് പറഞ്ഞതിൻ്റെ കാരണം ഇത്രയും വലിയ വിഷയമാണ്. സാഹിത്യവും കവിതയും കൃതികളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോരുത്തരും അവരവരുടേതായിട്ട് നിൽക്കാൻ വേണ്ടി പരിശ്രമം വേണം. ഇപ്പോൾ വേറെ ആളെപ്പോലെ നമ്മളുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ പാട്ട് അനവധി പാട്ടുകൾ ഉണ്ടാക്കുന്നു. വേറെ ആളെപ്പോലെ ഞാൻ ആയിട്ട് കാര്യമില്ല. ഞാൻ എനിക്ക് മുൻപ് വഴി തട്ടി തെളിഞ്ഞ് പോയിട്ടുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവർ ചെയ്ത വഴി എങ്ങനെയാണോ അതല്ലാത്ത വേറൊരു വഴി നമുക്കുണ്ടാക്കാൻ ശ്രമിക്കുക. ഉണ്ടായി തീർന്നാലാവട്ടെ. അത് നമുക്ക് അതായിട്ട് നമ്മളൊരു കോപ്പി അടിച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ പ്രേരണയിൽ നമ്മൾ അതേപോലെ പോയതോ പറയാതെ നമുക്കൊരു സ്വന്തമായ വഴി ഉണ്ടാക്കാൻ സാധിക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഏത് മേഖലയിലും സ്വതന്ത്രമായിട്ട് അവനോട് നിൽക്കണമെങ്കിൽ അവനവൻ്റെ അധ്വാനം വളരെ നല്ല രീതിയിൽ അധ്വാനിച്ച് നല്ല രീതിയിൽ പഠിച്ച് സുന്ദരമായി കവിത എഴുതാനും
അത് ആസ്വദിക്കാനും മിനിമം കവിതകൾ കേൾക്കാനെങ്കിലും തയ്യാറാവുക. കവിത വായിക്കണ്ട, കവിത അറിയില്ല, പക്ഷേ എന്തും കേൾക്കണം, നല്ലതാണെന്ന് തോന്നിയിട്ട് അത് ഫോളോ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നെങ്കിലും നമുക്ക് വേണ്ടതാണ് എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു കാലത്ത് നല്ല മനുഷ്യരായിട്ട് ജീവിക്കണമെങ്കിൽ സ്നേഹിച്ച് സ്നേഹം കൊടുത്ത് നമുക്ക് അറിവ് സമ്പാദിച്ച് ഒരുപാട് തെറ്റും ശരി മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുക. അത് നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. ഈ സമ്മേളനം ഇന്നും ഇന്നലെയും ആയിട്ട് നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഇങ്ങനെയൊരു മഹാന്റെ പേരിലുള്ള ഒരു പരിപാടിയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരാൾ വരേണ്ട സമയത്ത് എനിക്ക് ആ സാന്നിധ്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഉണ്ടായ നിമിത്തം അത് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിട്ട് ഞാൻ ഇപ്പോഴത്തെ സമയമൊക്കെ കണക്കാക്കുക. അതുകൊണ്ട് തന്നെയാണ് അനവധി പാട്ടുണ്ടാക്കിയിട്ട് സംഗീത സംവിധാനം അവാർഡില്ല, പാട്ടുകാരനാണ് അവാർഡ് കിട്ടിയത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിത് അറിഞ്ഞില്ല സുഹൃത്തുക്കളെ. ഞാൻ തൃശ്ശൂർ എലൈറ്റ് ഹോട്ടലിൻ്റെ തൊട്ടപ്പുറം ഹോട്ടലിൽ ഒരു ഗുരുകൃപ ഹെറിറ്റേജ് എന്ന് പറഞ്ഞൊരു സ്വാമിയുടെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ചിലപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ താമസിച്ചു. അവിടെ ഇരിക്കുമ്പോൾ 2 ക്യാമറക്കാർ ഓടി വന്നു. സാറ് എന്താ അവാർഡ്? സാർ എന്താ അവാർഡ്? സംസ്ഥാന ഗവൺമെൻറ് അവാർഡേ. എന്താ താൻ പറയുന്നത്? പാട്ടുകാരനായിട്ടുള്ള അവാർഡ് സാറാണ്. ഞാൻ ഞെട്ടിയെന്ന് പറഞ്ഞാൽ തരിച്ചു. എനിക്ക് ഓർമ്മയില്ല ഏത് പാട്ട് സുഹൃത്ത്, എന്താ സംഭവം. അപ്പം അപ്പോഴേക്കും അവർ 2-3 ഓടി ഈ പാട്ട് കൊടുക്കുന്നു, പടത്തിൻ്റെ പേര് കൊടുക്കുന്നു. ഇതാണ് പാട്ട്, ഇതാ പടം. ഓ, ഇത് പാടിയത് ഞാൻ തന്നെ, ശരിയാ. അത് കേട്ടപ്പോൾ മനസ്സിലായി. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് 1.5 കൊല്ലം 2 കൊല്ലത്തിന് മുമ്പാണ് ഈ പാട്ട് പാടിയതേ. അതിനുശേഷം ഒരു 15-20 പാട്ട് വേറെ ചെറുപ്പക്കാർ കുട്ടികളെ പാടിയത്, എൻ്റെയും പാടിയത്. അപ്പം ഏതാ പാട്ട് എനിക്കറിയും. അതാണ് ആ മനോഹരക്ക് ഉണ്ടാക്കിയ ഈ തമാശ പോലെ ഉണ്ടായത്. തമാശയല്ല, കാര്യമാണ്. അപ്പോൾ ഏത് പാട്ടും പോലും എനിക്കറിയാതെ സംഗീതത്തിനല്ലാതെ നല്ല പാട്ടുകാരായിട്ട് എത്ര കാലത്തിന് ശേഷം, അതൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. ഗിന്നസ് റെക്കോർഡത്. ഈ വയസ്സിൽ പാട്ടുകാരായിട്ട് ഒരൊട്ടാൾ കിട്ടിയില്ല, എനിക്ക് കിട്ടുമില്ല ഉറപ്പാ. കാരണം അത്ര വയസ്സായിട്ട ആളാ, 79 ഇപ്പം ഉണ്ടാവും. കുറച്ച് കിടന്നങ്ങനെ കുമ്മിളിയുണ്ടാവും. അത്ര വേഗമുള്ള സമയം പോകുന്നത്. അപ്പം ഇത്രയും കാലമായിട്ട് നിൽക്കുമ്പോൾ ഇപ്പം ഒരു പാട്ടൊക്കെ ആ പാട്ടൊന്നും എനിക്ക് അറിയില്ല സുഹൃത്തുക്കൾ. നിങ്ങൾക്കുണ്ട്, എനിക്കറിയില്ല. അറിയുന്ന പാട്ടുകൾ പറയും. നിങ്ങൾ പറഞ്ഞിരിക്കേ അത് പാട്ടൊക്കെ ഓർമ്മയില്ല. ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞാൽ വഴി ഉണ്ടാവില്ല. വയ്യ എനിക്ക്. അപ്പം എന്തായാലും ഈ സെഷൻ അത് ഞാൻ നിങ്ങളുടെ എല്ലാവരെയും സമ്മതത്തോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്തെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇനി പാട്ടിൽ 4 വരി പാടാം. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും, കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും, കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ടു വേലി കെട്ടിട്ടും എൻ്റെ കൽക്കണ്ടക്കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? ഓ, കൊയ്തെടുത്തതാരാണ്? ഗീതപ്രതിഭ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിദ്യാധരൻ മാഷിന് ഇരിഞ്ഞാലക്കുട പൗരാവലിയുടെ ആദരവായി ഉപഹാര സമർപ്പണത്തിനായി ഏറ്റവും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകളെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വിദ്യാധരൻ മാഷിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു.
തൊട്ടതെല്ലാം പൊന്നാക്കിയ വിദ്യാധരൻ മാസ്റ്റർ എന്ന അനുഗ്രഹീത സംഗീത പ്രതിഭയെ ആദരിക്കുകയാണ് നാം ഇപ്പോൾ. 6 പതിറ്റാണ്ടിലേറെ നീളുന്ന സംഗീത സപ്പറ്റയിൽ 4000-ലേറെ പാട്ടുകളാണ് മലയാളത്തിന് ഓർത്തുവെക്കാൻ, മൂളി നടക്കാൻ വിദ്യാധരൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നാട്ടുതനിമയും ഗരിമയും അദ്ദേഹത്തിന്റെ സംഗീതത്തെ ആസ്വാദക മനസ്സുകളിൽ അനശ്വരമാക്കുന്നു. ഇന്നത്തെ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് റവറൻ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിലാണ്. ഫാദറിനെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരമുണ്ട്. ക്രൈസ്റ്റ് കോളേജിൻ്റെ മങ്ങാടിക്കുന്നിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളി ഓണത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. ഈ മങ്ങാടിക്കുന്നിനെ സംബന്ധിച്ചിടത്തോളം, ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഓണമാണ് ഈ 3 ദിവസങ്ങളിൽ അരങ്ങേറുന്നത്. സച്ചിദാനന്ദ് എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ കൊടുങ്ങല്ലൂരുണ്ടായിരുന്നു. അവൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കാൻ വന്നത്. ചാവറയച്ചൻ നവോത്ഥാന നായകരിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. വിപ്ലവകരമായ പല മാറ്റങ്ങളും കേരള സമൂഹത്തിന് കൊണ്ടുവന്ന മാറ്റിയ വ്യക്തിത്വമാണ് ചാവറയച്ചൻ. ആ ചാവറയച്ചൻ തുടങ്ങി വെച്ച CMI സഭയുടെ ഭാഗമായി ഇരിഞ്ഞാലക്കുടക്കാർ CMI സഭയെ ദേവമാത പ്രോവിൻസിനെ ഇരിഞ്ഞാലക്കുടയ്ക്ക് വിളിച്ചു കൊണ്ടുവന്നതാണ്. 1500ഓളം കുട്ടികൾ ഈ ചുറ്റുവട്ടത്തും 10ാം ക്ലാസ് പഠിച്ചിറങ്ങുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരങ്ങളില്ല. അതുകൊണ്ടാണ് ഇരിഞ്ഞാലക്കുടക്കാർ നിരന്തരമായി CMI സഭയെ നിർബന്ധമായി പിടിച്ചു വലിച്ച് ഇരിഞ്ഞാലക്കുടയിൽ കൊണ്ടുവന്നത്. ചാവറയച്ചൻ്റെ കാൽപ്പാടുകളെ പിന്തുടരുന്ന ഗബ്രിയേലച്ചൻ ഈ നാട് നന്നാവണമെങ്കിൽ പുരുഷന്മാർ മാത്രം പഠിച്ചാൽ പോരാ, പെൺകുട്ടികളും പഠിക്കണം. അങ്ങനെയാണ് ഇന്ന് കാണുന്ന സെൻറ് ജോസഫ് കോളേജ് ആരംഭിച്ചത്. ക്രൈസ്റ്റ് കോളേജിൻ്റെ ലേഡീസ് വിങ്ങായി തുടങ്ങിയതാണ് 1963. ഇന്ന് സെൻറ് ജോസഫ് കോളേജായി ഉയർന്നു നിൽക്കുന്നത്. അതിൻ്റെ ടീച്ചറും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. ഈ സമൂഹത്തിന് ഇരിഞ്ഞാലക്കുടയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം ഈ 2 സ്ഥാപനങ്ങൾ വഴിയായി നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുകയും നല്ല കുട്ടികളെ ഉന്നവയ്ക്കിയ ഗബ്രിയേലച്ചൻ്റെ സ്വഭാവമാണ്. നല്ല ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ജാതിക്ക് മതത്തിനുമല്ല അപ്പുറത്ത് നല്ലവരെ നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഗബ്രിയേലച്ചന് മിടുക്കാണ്. ആ ഗബ്രിയേലച്ചനാണ് സച്ചിദാനന്ദ സാറെ കോളേജിലേക്ക് സ്റ്റാഫായി വയ്ക്കുന്നത്. ഒരു പക്ഷേ ജീവിതത്തിലുടനീളം ഗബ്രിയേലച്ചൻ്റെ സാന്നിധ്യം തൊട്ടറിഞ്ഞിട്ടുള്ള വേദനിക്കുന്ന അവസരങ്ങളിൽ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സച്ചിദാനന്ദ സാറ്. ഇവിടെ 22 വർഷക്കാലം അധ്യാപകനായതിനു ശേഷം ഡൽഹിക്ക് പറിച്ചു നടുമ്പോൾ ഒരു പക്ഷേ ഈ 2 കലാലയങ്ങളില്ല എങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ ഈ ഇരിഞ്ഞാലക്കുടയുടെ, നേരത്തെ പറഞ്ഞതുപോലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്, തൃശ്ശൂരിൽ നിന്നാണ് എല്ലാവരും ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഇവിടെയുണ്ട്. ഈ 2 സ്ഥാപനങ്ങൾ വിദ്യാസാറോട് പഠിച്ചിട്ടില്ലാത്ത മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ മണമൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ മണമുള്ള ഇരിഞ്ഞാലക്കുടക്കാരന് മണമുള്ള ഒരു സാറും കൂടിയാണ്. അപ്പൊ സഞ്ജാൻ സാർ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെയൊക്കെ പാട്ടൊക്കെ ആക്കി സെൻറ് ജോസഫിലൊക്കെ. അപ്പൊ മണുണ്ട്. എൻ്റെ മാവും പ്ലാവും ഒക്കെ എന്നെ ആൾക്കാർ വിളിക്കുന്നത് മാവച്ചൻ പ്ലാവച്ചൻ എന്നൊക്കെയാണ്. കുറേ പ്ലാവും മാവൊക്കെ ഈ നാട്ടിലുണ്ട്. ഈ കവിതകളും ഒക്കെ ഈ മാവും പ്ലാവും ഒക്കെ പറയുമെന്ന് എനിക്ക് തോന്നണേ. കാരണം മങ്ങാടിക്കുന്ന് മലയാളത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ട്, ഞാൻ ഓണത്തിന് പറഞ്ഞല്ലോ, ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ
ഇതുപോലെ ഇനിയൊന്നും ഉണ്ടാവുമോ? ഇതുവരെ നടന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു സാഹിത്യ കൂട്ടായ്മ മങ്ങാടിക്കുന്നിൽ ആദ്യമായിട്ടാണ് അരങ്ങേറുന്നത്. അത് ലോകത്തില് മലയാളിയുടെ സാന്നിധ്യം വിളിച്ചറിയിച്ച സച്ചിദാനന്ദ സാറിന്റെ പേരിലാണ്. അത് ഒരുമിച്ച് കൂടിയ, അങ്ങനെ കൂട്ടാനൊരു അവസരമുണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം നേരാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇന്നും ഇന്നലെയും നാളെയുമായി നടക്കുന്ന ഈ ഉത്സവം മഹോത്സവമാണ്. ആ ഉത്സവത്തെ മനോഹരമാക്കി തീർക്കാൻ ഈ മങ്ങാടിക്കുന്നിൽ ചെമ്പകച്ചോടുണ്ട്, മന്ദാരച്ചോടുണ്ട്. ഇവിടെ പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാം, പഠിക്കാത്തവർക്ക് അറിയൂല. ഈ ചെമ്പകത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് മന്ദാരത്തിൻ്റെ ചോട്ടിൽ നിന്ന് കവിത എഴുതിയവരും നാടകങ്ങൾ എഴുതിയും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ആംഫി തിയേറ്റർ പണിയുണ്ട്. കുട്ടികളുടെ കലകളെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കവിത ആയിക്കോട്ടെ, പ്രസംഗമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, ചർച്ചകളായിക്കോട്ടെ, അതിനൊരു വേദിയാണ് തുറന്നു വയ്ക്കുന്നത്. മന്ദാരച്ചോടത്തിനോടൊപ്പം ചെമ്പകച്ചോടും തുറന്നു വെച്ചുകൊണ്ട് സംസാരമില്ലല്ലോ, അല്ലാതെ അവർ മാന്തിക്കൊണ്ടിരിക്കുകയാണ്, മൊബൈലിൽ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മാന്ത്രികൾക്കെല്ലാം അപ്പുറത്ത് സംസാരത്തിൽ കൂടെ, വായനയുടെ ലോകത്തിൽ കൂടെ മലയാളി നടക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഇതിൽ കൂടെ പ്രഖ്യാപിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല നാളത്തെയും കൂടിയ ദിവസം ആശംസിച്ചുകൊണ്ട്, നന്മകൾ നേർന്നുകൊണ്ട്, വിദ്യാസാരത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വലിയൊരു കൈയ്യടി കൊടുക്കാവുന്നതാണ് വിദ്യാസാരം. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തരാവുന്ന ഗിന്നസ് റെക്കോർഡ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നോബൽ സമ്മാനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കയ്യടി മാത്രമേ ഉള്ളൂ. സാറിനൊരു അവാർഡ് കിട്ടുമ്പോൾ അത് ഇരിഞ്ഞാലക്കുടക്കാർക്ക്, തൃശ്ശൂർക്കാർക്ക് അഭിമാനമാണ്. ആ അഭിമാനത്തിൽ പ്രത്യേക അഭിനന്ദനം നേരാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദിയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. നന്ദി രാജു. ഈ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി